അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വോക്സ്വാഗൺ പോളോ TDIയുടെ ഒരു സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ സീരിയസ് അല്ലാത്തതും എന്നാൽ വലിയ സീരിയസ് ആയിട്ട് നമുക്ക് തോന്നുന്നതുമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മളെന്തായാലും കംപ്ലൈൻറ്റ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണ് കംപ്ലൈൻ്റ് എന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. വോക്സ്വാഗണിൻ്റെ പോളോയാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കീ ഇടാൻ പോവാണ്. നമ്മുടെ കീ സിലിണ്ടറിലേക്ക് കീ ഇടാൻ പോവാണ്. അപ്പോൾ കീയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ഇഗ്നിഷൻ ഓണാക്കാൻ പോവാണ്. ഇഗ്നിഷനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കീ തിരിച്ചിട്ടുണ്ട്. കീ തിരിച്ചിട്ട് വണ്ടി യാതൊരു അനക്കവുമില്ല. വീണ്ടും ഞാൻ ഒന്ന് ഓണാക്കി കീ തിരിക്കാൻ പോവാണ്. കീ സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് തിരിച്ചു. യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, എന്നാൽ ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ടാകും എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എൻജിൻ ഹുഡൊക്കെ പൊക്കി നോക്കി. ആദ്യം തന്നെ നമ്മൾ പരിശോധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലീഡ് നല്ല ടൈറ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചു. അപ്പോൾ നമുക്കറിയാം ബാറ്ററി ലീഡുകളൊക്കെ നല്ല ടൈറ്റാണ്. യാതൊരുവിധ ക്ലാവോ കാര്യങ്ങളോ ഒന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ നമുക്കറിയാം ഒരു എൻജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സാധനമാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിനെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സോളിനോയിഡിനെ. എയർ ഡക്റ്റ് ഒക്കെ ഒന്ന് ഊരി മാറ്റിയാലേ ഉള്ളൂ നമുക്ക് ആ സ്റ്റാർട്ടറിൻ്റെ അടുത്തേക്ക് ഒന്ന് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡ് ഇരിക്കുന്നത്. ഇതിനിടവഴി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊരു അതാണ് ഈ ഒരു ഭാഗത്താണ് ഈ സോളിനോയിഡിൻ്റെ കണക്ഷനൊക്കെ വരുന്നത്. ഈ ഒരു ഗിയർ ലിവറിൻ്റെ അല്ലെങ്കിൽ ഗിയറിൻ്റെ സെലക്ടറിൻ്റെ അടിയിലായിട്ടാണ് ഈ സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡ്. ഈ കാണുന്നതാണ് ഈ സ്റ്റാർട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ സോളിനോയിഡ്. അപ്പോൾ ഇതിൻ്റെ വയർ കണക്ഷൻ നമുക്കറിയാം. ഒരു സോളിനോയിഡ് എനർജൈസ് ആകുന്നത് നമ്മുടെ ബാറ്ററി ലൈൻ കൂടാതെ ഒരു 12 വോൾട്ടും കൂടി അതിലേക്ക് വന്നാൽ മാത്രമാണ് ആ സോളിനോയിഡ് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കപ്ലർ നമുക്കൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഫിറ്റാണോ എന്നൊന്ന് പരിശോധിച്ചൊന്ന് ഇളക്കി ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മളെ ബാറ്ററി ട്രേ ഒക്കെ അഴിച്ച് എല്ലാം മാറ്റി നമ്മൾ പയ്യനെ നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡ് സ്വിച്ച്. അതുപോലെ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ലൈൻ. ഈ ലൈനിൽ കറണ്ട് വന്നെങ്കിൽ 12 വോൾട്ട് വന്നെങ്കിൽ മാത്രമാണ് ഈ സ്റ്റാർട്ടറിൻ്റെ സോളിനോയിഡ് എനർജൈസ് ആവുകയും അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ കറണ്ട് വരുന്നുണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അതോ ഇനി ഇവിടെ വല്ല ലൂസ് കോണ്ടാക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബാറ്ററിയും ബാറ്ററി ഡ്രൈവും ഒക്കെ ഊരി മാറ്റി നമ്മുടെ കപ്ലർ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്ലർ എടുത്തു കളഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായത് ഇതിനകത്തൊരു ചെറിയ വെള്ളപ്പൊടി പോലെ ഒരു ക്ലാവംശം പോലെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് റെസ്റ്റ് ഓഫ് അടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ച് കുത്തി നമ്മൾ നോക്കാൻ പോവാണ്. എന്നിട്ട് ജസ്റ്റ് ട്രയൽ ബാറ്ററി ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കാൻ പോവാണ് ക്ലാവ് ഇരുന്നത് കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല ക്ലാവ് ഇരുന്നത് കൊണ്ടല്ല എങ്കിൽ ആ സമയത്ത് ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ അഴിച്ചെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സോളിനോയിഡ് ഒന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്ലറിനകത്ത് കുറച്ച് റെസ്റ്റ് ഓഫ് ഒക്കെ ഇപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് ഓഫ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടറിൻ്റെ ആ ഒരു കണക്റ്റിംഗ് പോയിന്റിലേക്കും കുറച്ച് റെസ്റ്റ് ഓഫ് അടിക്കേണ്ടതുണ്ട്. അടിച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് കുത്തിയതിന് ശേഷം ബാറ്ററി റീകണക്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ഊരിയതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഒന്ന് ജസ്റ്റ് ബാറ്ററി ട്രേ ഇല്ലാതെ തന്നെ ഒന്ന് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ കപ്ലറും എടുത്ത് നമ്മൾ അത് പ്രോപ്പറായിട്ട് തന്നെ കുത്തി. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കീ ഒന്ന് തിരിച്ച് സ്റ്റാർട്ടാക്കി നോക്കാം, എന്താണ് അവസ്ഥയെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കീ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആ കപ്ലറിനകത്ത് എന്തോ കോണ്ടാക്റ്റ് ശരിയാകാത്തത് കൊണ്ടാണ് ആ സ്റ്റാർട്ടറിലേക്ക് ആ ഒരു 12 വോൾട്ട് ചെല്ലാതിരുന്നതും അങ്ങനെ നമ്മുടെ സോളിനോയിഡ് വർക്കാകാതിരുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകാതിരുന്നത്. അല്ലാതെ ഇത് വലിയ ഒരു കംപ്ലൈൻ്റ് അല്ല. ജസ്റ്റ് എന്തോ ആ ക്ലാവിൻ്റെ അംശം ഇരുന്നത് കൊണ്ടോ നമ്മുടെ ആ ഒരു കണക്ടിവിറ്റി അതിൻ്റെ കണ്ടിന്യൂറ്റി കറക്റ്റാകാതെ വന്നതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്ന പോളയോടൊപ്പം പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരത്തിറക്കൽ.